നാഗാവലിയുടെ അടിത്തട്ടിലെ മണ്ണ് നീക്കാൻ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതോടെ തിരച്ചിലിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ലോറിയിലെ കയർ കണ്ടെത്തിയ സ്ഥലത്ത് വിശദമായി തിരച്ചിൽ നടത്തുമെന്നാണ് ഉത്തര കന്നഡ SP M നാരായണ 24നോട് പറഞ്ഞത്. Today, Navy and NDRF, SDRF and Ishwarampe team find out the areas which are given by the Navy. Now we have just got the that rope which is supposed to be Arjun's vehicle's rope, which is used for the tightening of the logwoods. Now we got the crucial information now. Next we will take the experts' opinion and will continue the operation. Today it is a crucial day and we got the crucial evidence to have evidence that the lorry is the long part of rope, sir. This is long 600 meters there, and lorry owner Munaf is there. He identified himself that it is belongs to Arjun's lorry. It's confirmed, sir. That is confirmed. So we will continue our operation based on the experts' opinion tomorrow. Chalo. അപ്പോൾ അരുൺ പൂപ്പറമ്പയും ഒപ്പം S വിജയകുമാറും ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇതിൽ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ഇനിയും ദിവസങ്ങൾ എടുക്കുമോ തിരച്ചിലിന്, 6 ദിവസം എടുക്കുമോ എന്നൊക്കെയാണ് സീന മുഹമ്മദ് അടക്കമുള്ളവരൊക്കെ ചോദിക്കുന്നത്. അരുൺ, ഈ തിരച്ചിൽ ഇനി എങ്ങനെയാണ്? ഇപ്പോൾ SP പ്രതികരണം കൂടി വരുന്നുണ്ടല്ലോ, നാളെ തിരച്ചിലുണ്ടോ അരുൺ? ഉന്മേഷം, നാളെ തെരച്ചിലില്ല. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് അത് തെരച്ചിലുണ്ടാവില്ല എന്ന് ഔദ്യോഗികമായി തന്നെ നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിനിടെയാണ് നമുക്ക് ജില്ലാ പോലീസ് മേധാവി ഇതിൻ്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവി നമ്മളോട് പങ്കുവച്ചത്. നമ്മൾ ദൗത്യ സംഘത്തിനൊപ്പം തന്നെ ആ മേഖലയിൽ നിലവിൽ സ്പോട്ട് ചെയ്തിട്ടുള്ള ഇന്ന് തെരച്ചിൽ നേവി ഉൾപ്പെടെ മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയ ആ 20 മീറ്റർ ചുറ്റളവിൽ നമ്മൾ അവരുടെ ഔദ്യോഗിക ബോട്ടിൽ സഞ്ചരിക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് നിലവിൽ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളെല്ലാം SP നമ്മോട് വിവരിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ സ്പോട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നതാണ്. അത് നിലവിൽ ഈ മൺതിട്ടക്കും ഈ കരഭാഗത്തിനും നടുവിലുള്ള 20 മീറ്റർ ചുറ്റളവിലാണ് നിലവിലിപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന ലോറി, അതായത് മനാഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയുടെ അതിൽ തടി കെട്ടിയിട്ടുള്ള കയർ പൂർണ്ണമായും കണ്ടെത്തിയിട്ടുള്ളത്. ആ കയറിൻ്റെ ഭാഗം നമ്മൾ ദൃശ്യങ്ങൾ അത് പങ്കുവച്ചിരുന്നു. അത് ദൗത്യ സംഘത്തിൻ്റെ പക്കൽ ഇപ്പോൾ ആ കയർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനടിയിൽ വലിയ മൺ സാന്നിധ്യമുണ്ട്. അതിനും അടിയിലായിരിക്കാം ലോറിയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നൊരു വിലയിരുത്തലാണുള്ളത്. ഇതിൽ ഈ കഴിഞ്ഞ 30 ദിവസത്തെ ദൗത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്പോട്ട് എന്തായാലും ദൗത്യ സംഘം കണ്ടെത്തുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം മനാഫ് കൂടിയുണ്ട്, ലോറി ഉടമ മനാഫ് കൂടിയുണ്ട്. മനാഫും ആ ദൗത്യ സംഘം ആ മേഖലയിൽ സ്പോട്ടിലേക്ക് പോയതാണ്. ആ കയർ ഉൾപ്പെടെ കണ്ടതാണ്. കയർ എന്തായാലും കൺഫേം ചെയ്തു. അതെ അതന്നെ. ഈ ഏകദേശം ഒരു 20-25 മീറ്റർ സറൗണ്ടിൽ മൊത്തം ചിതറി കിടക്കുകയാണ് ഈ കയറും. അതിൻ്റെ ഉള്ളിൽ മറ്റേ മലൻ്റെ മേലെ നിന്ന് വന്ന മരങ്ങളും ഉണ്ട്. ആ മരങ്ങളും കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഞങ്ങളെ മരങ്ങളും ഉണ്ട്. അതിൻ്റെ അടിയിൽ മണ്ണ് ചളിയുണ്ട്. അതിൻ്റെ അടിയിലാണ് ലോറി എന്നാണ് ഇന്ന് പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷമൊക്കെ നേവിയും മറ്റ് ദൗത്യ സംഘവും എല്ലാം തെരച്ചിൽ നടത്തിയത് ആ സ്പോട്ടിലായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ അവർക്ക് ആ സ്പോട്ടിൽ ഒരു സംശയമുണ്ട്. അത് പിന്നീട് ആ കയർ ലഭിച്ചതോടെ അത് കൺഫേം ചെയ്തു. അതെ അത് ആ കയർ കണ്ടോട് കൂടിയിട്ട് എന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവി എന്താക്കി ആ ഭാഗം മാർക്ക് ചെയ്ത്, ബാക്കി പിന്നെ എല്ലാവരും ഇപ്പം അവിടെ മാത്രമാണ് ശ്രദ്ധിച്ചിട്ട് തെരച്ചിൽ നടത്തുന്നത്. നിലവിലിപ്പോൾ ആ കയറ് ലോറി ഈ തടി കെട്ടിയതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലിപ്പോൾ അതിനടിയിൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് അത് നീക്കം ചെയ്താൽ, ഇപ്പോൾ മരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്, അത് നീക്കം ചെയ്താൽ മാത്രമേ അവിടെയുള്ള തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കാൻ പറ്റൂ എന്ന് തോന്നുന്നു. ഡ്രഡ്ജർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും ആദ്യം വേണ്ടിയത് സാധാ ക്രെയിൻ ഉണ്ടല്ലോ, ആ ക്രെയിന് ഒരു റോപ്പ് ഇട്ടിട്ട് ഇവർ ഡൈവേഴ്സ് പോയിട്ട് ആ റോപ്പ് ചെറിയ മരങ്ങളുണ്ട്, അതിനൊക്കെ കെട്ടിയിട്ട് ആ മരങ്ങൾ വലിച്ചു കയറ്റണം ആദ്യം. ഈ ലോറി ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ അങ്ങനെയുള്ള സൂചനകളാണ് അല്ലേ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം അതാ കാണിച്ചു തന്നത്. ഏകദേശം സ്പോട്ട് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തന്നത്. ഇല്ല, മനാഫ് അങ്ങോട്ട് യാത്ര ചെയ്തിരുന്നു, നമ്മൾ കണ്ടു. ഇന്നെ കൂട്ടി കൊണ്ടുപോയി സ്പോട്ടിൽ കൊണ്ടുപോയി കണ്ട ആ ഒരു ഷേപ്പും മറ്റുള്ള കാര്യങ്ങളും. 20-25 മീറ്റർ ചുറ്റളവ് ഉണ്ടാവും ആ സ്പോട്ടല്ലേ? സ്പോട്ട് മൊത്തം 20-25 ഉണ്ടാവും. അതേമാതിരി തന്നെ ഡെപ്ത് ഒരു ഏകദേശം 25-30 ഫീറ്റ് താഴ്ചയിലാണ് ഈ സംഭവങ്ങൾ ഉള്ളത്. പക്ഷേ കുറെ തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ മണ്ണ് മരഭാഗങ്ങളല്ലേ, ചെറു മരങ്ങളാണ് ഏറ്റവും കൂടുതൽ തടസ്സം ചെയ്യുന്നത് ഇവർ. അതിൻ്റെ അത് മാറ്റുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട്. 2 ലോക്കൽ ആളുകൾ ഇവിടെ കാണാതായ ആളുകളും മേ ബി ആ മരച്ചില്ലകളൊക്കെ ഉള്ളതിനോണ്ട് അതിൻ്റെ ഉള്ളിൽ അമർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് ഉയർത്തി കൊണ്ടുവരികയാണെങ്കിൽ മേ ബി എന്തെങ്കിലും ബോഡീസ് അവിടെ എവിടെയെങ്കിലും
ഇവിടെ വേറെ ആളുകളെ കാണാനുണ്ടല്ലോ, അതൊക്കെ പൊന്തി വരും. എന്തായാലും ഈ കഴിഞ്ഞ 30 ദിവസത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ ഇന്നത്തെ ദിവസം. അതെ, ഇന്ന് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇന്ന് അത് ആയി. ഇനിയുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി കുറേ ആളുകൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ എല്ലാത്തിനും വരും. എന്നാലും സമാധാനമാണ് ഇതൊക്കെ ആവട്ടെ എന്നുള്ളത്. മനാഫാണ് ഇപ്പോൾ പ്രതികരിച്ചത്. മനാഫും ആ ദൗത്യ മേഖലയിലൊക്കെ സഞ്ചരിച്ചതാണ്. ആ ബോട്ടിൽ ഔദ്യോഗിക സംഘത്തിനൊപ്പം സഞ്ചരിച്ച് ആ കാര്യങ്ങളൊക്കെ നേരിട്ട് ആ കയറും എല്ലാം കൺഫേം ചെയ്തത് അവിടെ എത്തിയതിന് ശേഷമാണ്. അപ്പോൾ നമ്മളും അങ്ങോട്ട് സഞ്ചരിച്ച് നമ്മൾ ആ ഒരു 20-25 മീറ്റർ ചുറ്റളവിൽ ഉള്ള ആ സ്ഥലത്ത് നമ്മളും സഞ്ചരിച്ചിരുന്നു. ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചതാണോ അരുൺ? ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച ഘട്ടത്തിലാണ് ജില്ലാ പോലീസ് മേധാവി മറ്റ് സേനാ വിഭാഗങ്ങളൊക്കെ അവസാനമായി അവിടെ ആ തെരച്ചിൽ അവസാനിപ്പിച്ചത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് മടങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടത്. തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ തെരച്ചിൽ ഉണ്ടാവില്ല എന്ന് ഏകദേശം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റന്നാളായിരിക്കും ഇനി തെരച്ചിൽ പുനരാരംഭിക്കുക. ഇതിലിപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ള ഒരു ക്ലിയർ സ്പോട്ട് ഉണ്ടാവുകയാണ് ഉന്മേഷ്. അത് ഇപ്പോൾ മനാഫൊക്കെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 30 ദിവസത്തെ ദൗത്യത്തിൽ ആദ്യമായിട്ടാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് ദൗത്യ സംഘം എത്തുന്നത്. അവിടെ നേവി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ മാത്രമായിരുന്നു നേവിയുടെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലുണ്ടായിരുന്നത്. NDRFന്റെയും SDRFന്റെയും മറ്റ് ദൗത്യ സംഘങ്ങളെല്ലാം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിയത്. അതിനൊരു ഫലമുണ്ടാകുന്നു. അവിടെ ചുറ്റിപ്പിണഞ്ഞ നിലയിൽ ആ 25 മീറ്റർ ചുറ്റളവിൽ ആ കയറിന്റെ, അതായത് തടി കെട്ടിയ കയറിൽ കാണുന്നു. അതിൻ്റെ ഒരു വലിയ ഭാഗം നമ്മൾ ആ ദൃശ്യങ്ങളിൽ പങ്കുവച്ചിരുന്നു. ആ കയർ വളരെ നിർണായകമാണ്. അതിനടിയിൽ മണ്ണുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വലിയ മരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇതൊക്കെ ഭേദിച്ചു വേണം. ഒരുപക്ഷെ ഇതിനടിയിലായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള ഈ ലോറിയുടെ ട്രക്കിന്റെ സാന്നിധ്യം ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നീക്കം ചെയ്തിട്ട് വേണം ആ ദൗത്യം പുനരാരംഭിക്കാൻ. എന്തായാലും അടുത്ത ദിവസത്തെ തെരച്ചിൽ ആ 20-25 മീറ്റർ, ഏകദേശം ഒരു 25 മീറ്റർ ചുറ്റളവിൽ മാർക്ക് ചെയ്തിട്ടുള്ള, സ്പോട്ട് ചെയ്തിട്ടുള്ള അതേ സ്പോട്ടിലായിരിക്കും നേവിയുടെയും മറ്റ് ദൗത്യ സംഘത്തിന്റെയും. ഏതായാലും ഇന്നത്തെ പരിശോധന അവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് കൂടി അരുൺ ഇപ്പോൾ അറിയിക്കുന്നു.